ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൻ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? സ്വർഗപിതാവിന്റെ ദിവ്യ ഭണ്ഡാരത്തെ സ്വന്തമായി കണ്ടു തൻ ജീവിതം ചെയ്യുന്ന സ്വർഗപിതാവിന്റെ ദിവ്യ ഭണ്ഡാരത്തെ സ്വന്തമായി കണ്ടു തൻ ജീവിതം ചെയ്യുന്ന ഭക്തരിൻ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൻ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? വിശ്വാസ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്താണ്? വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ധാരാളം പ്രത്യേകതകൾ ഉള്ളതായ ജീവിതം തന്നെയാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ നമ്മെ നിരീക്ഷിക്കുന്നതായ സമയത്ത് അവർ കണ്ടെത്തുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അവർ വിശ്വാസികളെ സംബന്ധിച്ച് പറയുന്നത്, അവർക്ക് യാതൊരു പ്രശ്നമില്ല, പ്രയാസങ്ങളില്ല, ബുദ്ധിമുട്ടുകളില്ല, ഞെരുക്കമില്ല, അവരെപ്പോഴും സന്തോഷചിത്തരാണ്, എപ്പോഴും സന്തോഷമുള്ളവർ, സമാധാനമുള്ളവർ. അങ്ങനെ ജീവിതത്തിൽ നിരാശയില്ലാത്ത ഒരു കൂട്ടരായി വിശ്വാസികളെ ലോകം കാണുകയാണ്. എന്നാൽ വാസ്തവം അതാണോ? എന്താണ് ദൈവവചനം അതേ സംബന്ധിച്ച് പറയുന്നത്? ഈ വിശ്വാസികൾ എന്ന് പറയുന്നവർ യാതൊരു പ്രശ്നങ്ങളുമില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, സമൃദ്ധി മാത്രം അനുഭവിക്കുന്ന ആളുകളാണോ? അടുത്ത സമയത്ത് നാം കേൾക്കുന്ന പോലെ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ സമൃദ്ധിയാകുമോ? ഇഷ്ടം പോലെ പണം, ഇഷ്ടം പോലെ സ്വത്ത്, കടങ്ങളെല്ലാം തീരുന്നു, രോഗം മാറുന്നു, സൗഖ്യം ലഭിക്കുന്നു, അങ്ങനെ അങ്ങോട്ട് സമൃദ്ധിയുടെ ഒരു വലിയ ഘോഷയാത്രയാണ് വാസ്തവത്തിൽ ലോകം നമ്മെ സംബന്ധിച്ച് പറയാറുള്ളത്. എന്നാൽ വാസ്തവം എന്താണ്? 2 കൊരിന്ത്യർ 4-ാം അധ്യായം 8-9 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. നോക്കുക, പൗലോസ് പറയുന്നത് ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരാണ്, സകല വിധത്തിലും ബുദ്ധിമുട്ടുന്നവരാണ്, സകല വിധത്തിലും ഉപദ്രവം അനുഭവിക്കുന്നവരും അതുപോലെ തന്നെ സകല വിധത്തിലും വീണ് കിടക്കുന്നവരുമാണ്. പക്ഷേ പ്രത്യേകത എന്താണ്? ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല, നിരാശപ്പെടുന്നില്ല, ഉപേക്ഷിക്കപ്പെടുന്നില്ല, നശിച്ചു പോകുന്നില്ല. ഇതാണ് പ്രത്യേകത. സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്ന ഒരു കൂട്ടർ തന്നെയാണ് ഈ വിശ്വാസികൾ. ജീവിതത്തിൻ്റെ സകല പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ തന്നെയാണ്. ലോക മനുഷ്യർ അനുഭവിക്കുന്നത് പോലെ തന്നെയുള്ള സകല പ്രയാസങ്ങളും വിശ്വാസ ജീവിതത്തിലുണ്ട്. അല്ലാതെ നാം കേൾക്കുന്ന പോലെ വിശ്വാസികളായാൽ ഉടൻ തന്നെ എല്ലാം മാറി വലിയ സമൃദ്ധിയിലേക്ക് നാം വരുന്നു എന്നുള്ളത് തെറ്റാണ്. കഷ്ടം അനുഭവിക്കുവാൻ കൂടെ ദൈവം നമുക്ക് വരം നൽകുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. വിശ്വാസ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിരാശകളും ഒക്കെ ഉണ്ടാകാം. അത് വാസ്തവത്തിൽ വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു സ്വത്താണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. എന്നാൽ വിശ്വാസി അല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെട്ടതായ കഷ്ടതകളൊക്കെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവർ തകർന്നു പോകുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടുന്നതായ ഒരു കാര്യം. അവർക്ക് പിടിച്ചു നിൽക്കുവാൻ സാധ്യമല്ല. നാം വായിച്ചതായ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ വിശ്വാസി അല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വാക്യം നാം ഇങ്ങനെ ചിന്തിക്കേണ്ടതായിട്ട് വരും: കഷ്ടത അനുഭവിക്കുന്ന സമയത്ത് അവർ വലിയ ഇടുക്കത്തിലേക്ക് പോകുന്നു, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് അവർ നിരാശാബാധിതരായിത്തീരുന്നു, ഉപദ്രവം അനുഭവിക്കേണ്ടി വരുമ്പോൾ അവർ ഉപേക്ഷിക്കപ്പെടുന്നു, വീണ് കിടക്കുന്നവരാണ്, അവർ നശിച്ചു പോകുന്നു. ഈ നിലയിൽ ഈ വാക്യത്തെ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രയാസങ്ങളുടെ മധ്യത്തിൽ അവർ നശിച്ചു പോകുന്നില്ല. അതാണ് വിശ്വാസ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എല്ലാ വിധത്തിലുള്ള കഷ്ടവും അവർ സഹിക്കേണ്ടതായിട്ട് വരുന്നു, എന്നാലും അവർ ഇടുങ്ങിയിരിക്കുന്നില്ല. ഏറ്റവും വലിയ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴും അവരുടെ മുഖം വളരെ പ്രസന്നമാണ്. ബുദ്ധിമുട്ടിലൂടെയും നിരാശയിലൂടെയും ഞെരുക്കത്തിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോഴും
അവർ വല്ലാതെ പ്രയാസപ്പെടുന്ന സമയത്തും അവരുടെ മുഖം എപ്പോഴും പ്രസന്നമാണ്. അവർ നിരാശ അനുഭവിക്കുന്നതിൻ്റെ യാതൊരു ലാഞ്ചനയും അവരുടെ മുഖത്തില്ല. എന്താണ് ഇതിൻ്റെ കാരണം? വലിയവനായ ദൈവം അവരോട് കൂടെയുണ്ട് എന്നുള്ളത് തന്നെയാണ്. വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പ്രശ്നനിബിഡമായ ഒരു ജീവിതമാണെങ്കിലും അത് വിശ്വാസ ജീവിതമാകുമ്പോഴാണ് അതിൻ്റെ മാധുര്യം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത്. എല്ലാ ക്രിസ്ത്യാനികളും വിശ്വാസികളാണെന്ന് പറയുവാൻ സാധിക്കുന്നില്ല. പേരുകൊണ്ട് മാത്രം ക്രിസ്ത്യാനിയായിരുന്നാൽ ഈ വാക്യത്തിൽ എഴുതിയിരിക്കുന്നതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുന്നില്ല. നാം വിശ്വാസ ജീവിതത്തിലേക്ക് വരണം, വിശ്വാസികളാകണം. എന്താണ് നാം വിശ്വസിക്കേണ്ടുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസത്താലാണ് നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നത്. നാം റോമാലേഖനത്തിൽ വായിക്കുന്നത് പോലെ യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. വിശ്വാസത്താലുള്ള നീതീകരണത്തെ സംബന്ധിച്ച് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് വിശ്വാസി. അല്ലാതെ പേരുകൊണ്ട് ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഒരിക്കലും വിശ്വാസ ജീവിതത്തിൻ്റെ ഉടമയാകുന്നില്ല. ഈ വചനം കേൾക്കുന്ന മാന്യ സ്നേഹിത, എനിക്ക് താങ്കളോട് പറയുവാനായിട്ടുള്ള കാര്യം, താങ്കൾ ഏത് മതത്തിലുമുള്ള ആളായിക്കൊള്ളട്ടെ, വിശ്വാസത്തിന് ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങളില്ല. ലോകത്തേക്കാൾ വിലയേറിയൊരു ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ ആത്മാവിനാണ് പ്രാധാന്യം. താങ്കൾ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ താങ്കൾ വിശ്വാസിയായി തീരുന്നു. അങ്ങനെ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ദൈവം താങ്കൾക്ക് നൽകുന്ന ആത്യന്തികമായൊരു ശക്തിയുണ്ട്. ആ ശക്തിയാൽ താങ്കൾക്ക് ഈ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുൻപോട്ട് പോകുവാൻ സാധിക്കും. അതാണ് ദൈവവചനം നമ്മോട് അസന്നിഗ്ധമായി പ്രഖ്യാപനം ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് പറയുകയാണ്, കഷ്ടം സഹിക്കുന്നവരാണെങ്കിലും അവരിടുങ്ങിയിരിക്കുന്നില്ല. ഒരുപാട് കഷ്ടതകൾ അവർ സഹിക്കേണ്ടതായി വരും, പക്ഷേ അവരിടുങ്ങിയിരിക്കേണ്ടതായിട്ട് വരുന്നില്ല. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിലും അവർ നിരാശപ്പെടേണ്ടെന്ന ആവശ്യം വരുന്നില്ല. അവർക്ക് ഉപദ്രവം നേരിടാം, പക്ഷേ അവരെ ദൈവം ഉപേക്ഷിക്കുന്നില്ല. ഒരുപക്ഷെ വീണുകിടക്കുന്ന അനുഭവം ഉണ്ടാകാം, എങ്കിലും അവർ നശിച്ചു പോകുന്നില്ല. കാരണം കർത്താവ് അവരുടെ ജീവിതത്തിലുണ്ട്. അവരെ ശക്തിപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അവരുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ഏതൊരു പ്രതിസന്ധി ജീവിതത്തിൽ വരുമ്പോഴും ലോക മനുഷ്യരെ പോലെ തകർന്നു പോകാതെ നേരെ നിൽക്കുന്ന അനുഗ്രഹീതമായൊരു ജീവിതം അവർക്ക് ലഭിക്കുന്നു. അതാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. വിശ്വാസ ജീവിതത്തിൽ നമ്മെ ബലപ്പെടുത്തുന്ന അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസമാണ് എന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. റോമാലേഖനം 4-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വിശ്വാസത്താൽ ശക്തിപ്പെട്ട ദൈവത്തിന് മഹത്വം കൊടുത്ത അബ്രഹാമിനെ സംബന്ധിച്ചാണ്. വിശ്വാസത്തിൽ നമുക്ക് ശക്തിപ്പെടുവാൻ സാധിക്കും. കാരണം ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതായ വാഗ്ദത്തങ്ങളിലുള്ള അടിയുറച്ച വിശ്വാസം. ഒരുപാട് വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ വാഗ്ദത്തങ്ങൾ ഒന്നൊന്നായി നമ്മെ ബലപ്പെടുത്തുന്നവയാണ്. നാം പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോഴും കഷ്ടതയിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും ഒക്കെ നാം കടന്നു പോകുന്ന സമയത്ത് ദൈവവചനം ധ്യാനിക്കുക. അപ്പോൾ ദൈവാത്മാവ് ഓരോരോ വാഗ്ദത്തങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നു. ആ വാഗ്ദത്തങ്ങളെ പറ്റിയുള്ള ചിന്തയും അതിലുള്ളതായ അടിയുറച്ച വിശ്വാസവുമാണ് നമ്മെ ബലപ്പെടുത്തുന്നത്. അതാണ് നമ്മെ ശക്തിയോടെ ജീവിക്കുവാൻ സാധിക്കുന്നത്. നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവകൃപ നമുക്ക് ധാരാളം നൽകി നമ്മെ ശക്തിപ്പെടുത്തുന്നത് ആ വാഗ്ദത്തങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന മാന്യ സ്നേഹിത, താങ്കൾ ഒരുപാട് കഷ്ടം സഹിക്കുന്ന വ്യക്തിയായിരിക്കാം, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിശ്വാസിയായിരിക്കാം, ഉപദ്രവം അനുഭവിക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ വീണുകിടക്കുന്ന അനുഭവമുള്ള വ്യക്തിയോ ആയിരിക്കാം. ദൈവവചനം വളരെ കൃത്യമായി നമ്മോട് പറയുന്നതായ കാര്യം, നാം കഷ്ടം സഹിക്കുന്നുവെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. കാരണം ദൈവവചനം നമുക്ക് നൽകുന്ന വലിയൊരു വാഗ്ദത്തമുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്നെഴുതിയിരിക്കുന്നു. അങ്ങനെ ദൈവവചനം നമുക്ക് നൽകുന്നതായ ഒരു വാഗ്ദത്തമുള്ളത് കൊണ്ട് ശക്തിപ്പെടുവാൻ നമുക്ക് സാധിക്കും. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിലും നിരാശപ്പെടാതെ ജീവിക്കുവാൻ സാധിക്കും. ഉപദ്രവം അനുഭവിക്കുമ്പോഴും വീണുകിടക്കുമ്പോഴും എല്ലാം ഈ ദൈവത്തിൻ്റെ വാഗ്ദത്തം നമ്മെ ശക്തിപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ദൈവവചനം ഇന്നത്തെ ദിവസം എല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.
ഒരുപക്ഷെ പിശാച് നമ്മുടെ ചെവിയിൽ മന്ത്രിക്കാം, നീ തളർന്നു പോകും, തകർന്നു പോകും, നിനക്ക് മുൻപോട്ട് ജീവിക്കുവാൻ സാധ്യമല്ല, ഈ പ്രതിസന്ധിയുടെ മുൻപാകെ, രോഗത്തിൻ്റെ മുൻപാകെ, പ്രശ്നങ്ങളുടെ മുൻപാകെ ഒക്കെ നിനക്ക് പിടിച്ചു നിൽക്കുവാൻ സാധ്യമല്ല, നീ തകർന്നു പോകും എന്നൊക്കെ ഒരുപക്ഷെ പിശാച് നമ്മുടെ ചെവിയിൽ മന്ത്രിക്കുമെങ്കിലും ദൈവവചനം നമ്മോട് പറയുകയാണ്, നീ ഒരിക്കലും നിരാശപ്പെടുകയില്ല, നീ ഒരിക്കലും ഇടുങ്ങിയിരിക്കേണ്ടെന്ന് ആവശ്യം വരുന്നില്ല, നീ ഉപേക്ഷിക്കപ്പെടുകയില്ല, നീ നശിച്ചു പോകുകയില്ല. കാരണം ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ആ കർത്താവിൽ ആശ്രയിച്ച് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അത്ഭുതകരമായ വാഗ്ദത്തത്തിങ്കൽ അടിയുറച്ച് വിശ്വസിച്ച് ഇന്നത്തെ ദിവസം ധൈര്യത്തോടെ ജീവിക്കുവാൻ, ഉറപ്പോടെ ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രയാസങ്ങൾ വരുമ്പോൾ ഓർക്ക് കർത്താവ് കൂടെയുണ്ട്, അവിടുന്ന് നമ്മെ ശക്തീകരിക്കുന്നു, സഹായിക്കുന്നു. അതുകൊണ്ട് നാം തകർന്നു പോകേണ്ടെന്ന് ആവശ്യമില്ല. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാ നല്ല ദൈവമേ, ഇന്നത്തെ ദിവസത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്, പ്രതിസന്ധികളിലൂടെ കഷ്ടമനുഭവിക്കുന്നവരാണ്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്, വീണുകിടക്കുന്നവരാണ്. എങ്കിലും അവിടുത്തെ ധൈര്യപ്പെടുത്തുന്ന വചനം ഞങ്ങൾക്കുള്ളതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അവിടുത്തെ വചനത്തെ വിശ്വസിച്ച് കർത്താവെ അതിലൂടെ ധൈര്യപ്പെടുന്നവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരെങ്കിലും വിശ്വാസത്തിൽ ബലഹീനരായി തീർന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്നതായ സമയത്ത് വിശ്വാസത്തിൽ ശക്തിപ്പെടുവാൻ അവരെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം ധൈര്യത്തോടെ, വിശ്വാസത്തോടെ, ഉറപ്പോടെ ഞങ്ങൾ ജീവിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി ക്രിസ്തുവിൽ തന്റെ ധനത്തിനൊത്ത്, ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി ക്രിസ്തുവിൽ തന്റെ ധനത്തിനൊത്ത് തീർത്തു തരുന്നൊരു നമ്മുടെ ദേവന് സ്തോത്രം പാടിടുവിൻ. ഹല്ലേലൂയ ആമേൻ. തീർത്തു തരുന്നൊരു നമ്മുടെ ദേവന് സ്തോത്രം പാടിടുവിൻ. ഹല്ലേലൂയ ആമേൻ. ഭക്തരിൻ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൻ വിശ്വാസ